നമസ്കാരം, രുചികയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു നാടൻ ബ്രേക്ക്ഫാസ്റ്റാണ്. വേറൊന്നുമല്ല, അവൽ വൻപയർ ഉപ്പുമാവാണ്. നല്ല സോഫ്റ്റായ അവിലും അതുപോലെ തന്നെ പോഷക സമൃദ്ധമായ വൻപയറും എല്ലാം കൂടെ ചേർന്ന ഈ ഒരു വിഭവം നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും അല്ലെങ്കിൽ വൈകുന്നേരം നമ്മുടെ ചായയുടെ കൂടെ സ്നാക്സ് ആയിട്ടായാലും ഇത് അടിപൊളി ഒരു ചോയ്സാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നോക്കാം ഈ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള അവൽ വൻപയർ ഉപ്പുമാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇതിനായിട്ട് ആവശ്യമുള്ള മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ അവൽ എടുത്തിട്ടുണ്ട്. അവൽ 1 കപ്പോളാണ് എടുത്തിരിക്കുന്നത്. ഞാൻ വൈറ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് വൻപയർ വേവിച്ച് വെച്ചാണ്. ഇത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു മുളപ്പിച്ച് വെച്ചതായിരുന്നു. അപ്പോൾ ആ വൻപയറാണ്. ജസ്റ്റ് ഉപ്പും മാത്രമാണ് ഇട്ടത്. അതിട്ട് വേവിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള, ചെറിയൊരു ക്യാരറ്റ്, പച്ചമുളകൊന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഇത്ര എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ കടുക് താളിക്കുന്നുണ്ട്. കടുക് വേണം. പിന്നെ മഞ്ഞൾ, ഉപ്പ്, കുറച്ച് ചിരകിയ തേങ്ങ, ഇത്രയാണ് വേണ്ടത്. പിന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ട് കുറച്ച്. ഇപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ അവലൊന്ന് നനച്ച് വെക്കണം. സാധാരണ നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കില്ല, അതുപോലെ ഒന്ന് നനച്ച് വെക്കണം. നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് അതിന് അവിലെടുത്തിട്ട് ഒരു 2 മിനിറ്റ് വെച്ചിട്ട് അവിലെടുത്തിട്ട് മാറ്റി വെക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഒരു കപ്പിൽ വെള്ളം എടുക്കുക. ഞാനിപ്പം ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് വെള്ളത്തിൽ. എന്നിട്ട് കുറച്ച് ഒഴിച്ചിട്ടൊന്ന് നനച്ച് വെക്കുക. കുറച്ച് ചേർക്കുക, എന്നിട്ടൊന്ന് നനച്ച് വെക്കുക. അപ്പൊ നമ്മൾ ഇതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഒഴിക്കുകയാണെങ്കിൽ എക്സസ് ആയിട്ടുള്ള വെള്ളം കളയണേ. ഇതിങ്ങനെ വെള്ളത്തിൽ കിടന്നൊന്ന് കുതിർന്ന് വരും. അപ്പൊ അവിലൊന്ന് നൈസായിട്ട് വരും. അപ്പൊ വെള്ളത്തിൽ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. സവാളയും ക്യാരറ്റ് ഒക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇതാ നമ്മൾ സവാള, ക്യാരറ്റ് ഒക്കെ മുറിച്ചിട്ടുണ്ട്. പച്ചമുളക് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുക്കിംഗ് പരിപാടിയിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ കുതിർത്ത് വെച്ച അവലുണ്ടല്ലോ, അതും ഏതാണ്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതുപോലെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ കുക്കിംഗ് തുടങ്ങാൻ പോവാണ്. ഒരു പാൻ വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാളയുടെ കൂടെ തന്നെ ഞാൻ ക്യാരറ്റും അതുപോലെ തന്നെ പച്ചമുളകും ചേർക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഒരുപാട് അങ്ങനെ വാടി വരണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എടുക്കാം. ഞാൻ ഇതില് ഉപ്പൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഞാൻ അവില് നോക്കിയപ്പോൾ അവില് നല്ലപോലെ ഉപ്പ് പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഉപ്പ് ചേർത്താണല്ലോ കുതിർത്ത് വെച്ച്, അതുകൊണ്ട് അതിൽ ഉപ്പുണ്ട്. പിന്നെ അതുപോലത്തെ വൻപയറിലും ഉപ്പിട്ടാ വേവിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർക്കാം, അത്രേ ആവശ്യമുള്ളൂ. അപ്പൊ ഇത് ഏതാണ്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും ഉപ്പുമാവിനൊന്നും അധികമൊന്നും വഴന്നു വരില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് അവല് ഇട്ട് കൊടുക്കാൻ പോവാണ്. കുതിർത്തി നനച്ചു വെച്ച അവൽ ഇട്ട് കൊടുക്കും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു തുള്ളി മഞ്ഞൾ വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ, നിർബന്ധമൊന്നുമില്ല. ശരിക്കും ആ ഉള്ളി വഴറ്റുന്നില്ലേ, ആ സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനപ്പോൾ വിട്ടുപോയി. നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ അത്രയേ ഉള്ളൂ. നിർബന്ധമില്ല കേട്ടോ, കളറിൻ്റെ അതിന് വേണ്ടി മാത്രം. അപ്പം ഇതും കൂടെ ഇട്ടിട്ട് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പൊ ജസ്റ്റ് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വൻപയർ ഉണ്ടല്ലോ, വൻപയർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ വൻപയർ നമ്മൾ 1 കപ്പ് ആണ് എടുത്തു വെച്ചിട്ടുള്ളത്. നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. മുഴുവനായിട്ട് ചേർക്കണം എന്നൊന്നുമില്ല. പിന്നെ വൻപയർ കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നോക്കാം നമുക്ക്. ഞാൻ എന്തായാലും മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്.
ബാക്കിയുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. മിക്സ് ചെയ്യാം. അടച്ചു വെക്കാം. നായി വരട്ടെ. ഇതായി വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ചിരകിയ തേങ്ങ ചേർക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് കുറച്ച് ടേസ്റ്റ് കൂടാൻ വേണ്ടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പൊ നമ്മുടെ അവലും വൻപയറും ചേർത്തിട്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറിനും ഇനി ഈവനിങ് ചായയുടെ കൂടെ ഒരു സ്നാക്ക് ആയിട്ടും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം.